ഇന്നത്തെ ഇഫ്താറിലെ ഒരു കേക്ക് ആക്കിയാലോ? യൂഷ്വൽ കേക്ക് അല്ല, ചിക്കൻ കേക്ക്, പാനിലുണ്ടാക്കിയ ചിക്കൻ കേക്ക്. ഹലോ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല എളുപ്പം ആയിട്ടുണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. എന്നിട്ട് സവോള ഇട്ട് കൊടുക്കുക. 2 മീഡിയം സൈസ് സവോള മതി കേട്ടോ. എന്നിട്ട് ഇത് സവോള വേവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭയങ്കര കരിഞ്ഞു പോയും വേണ്ട, പക്ഷേ അതേസമയം റോ ആയിട്ട് ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ബീസ് നമ്മൾ കേക്കിലേക്ക് ഇടുന്നതുകൊണ്ട് ഇച്ചിരി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ. അപ്പം പെട്ടെന്ന് സവോള ആയി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതായത് മുട്ട പാലക്കല്ലേ, അത് റെഡിയാക്കി എടുക്കാം. അത് റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്കിതായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നോയമ്പിൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തൊരു കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പം പെട്ടെന്ന് നമ്മൾ കിച്ചണിൽ അധികം സമയം ചിലവാക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു മിക്സി ജാറിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട പൊടിച്ചിട്ട് 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അവസാനം നമ്മളെല്ലാം മിക്സ് ആക്കി കൊടുക്കും കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ 3 ടേബിൾ സ്പൂണാണ്. 3 മുട്ട ആയതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ. ഇതിന് പകരം നിങ്ങൾക്ക് 5 മുട്ട എടുക്കാം. 5 മുട്ട ആണെങ്കിൽ 5 ടേബിൾ സ്പൂൺ അങ്ങനെ കേട്ടോ. എന്നിട്ട് ക്രഷ്ഡ് ചില്ലി അല്ലേ, അത് 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ. എന്നിട്ട് നമ്മൾ പാലെടുത്ത ആ ഒരു അതേ മെഷർമെൻറ്റിലുള്ള സ്പൂണിൽ ഏതിലാണോ നിങ്ങൾ എടുക്കുന്ന അതേ മെഷർമെൻറ്റിലുള്ളതിൽ 3 to 4 ടേബിൾ സ്പൂൺ വേണ്ടി വരും പഞ്ചസാര. അത് നിങ്ങൾക്ക് അത്ര ഓവർ മധുരമല്ല, 3-4 ടേബിൾ സ്പൂൺ എന്തായാലും വേണ്ടി വരും. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി. എന്നിട്ട് ഒരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സി ജാറിൽ ഇങ്ങനെ അരച്ചെടുക്കാം. ജസ്റ്റ് ഒരു 1 ടേൺ ചെയ്താൽ മതി, അരച്ചെടുക്കാം. 1 മിനിറ്റത്തേക്ക് കേട്ടോ. അതൊന്നും മതിയാവും. പിന്നെ നമ്മുടെ ഹാൻഡ് മിക്സർ അങ്ങനെ യൂസ് ചെയ്യുന്ന ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്കിങ്ങനെ മറ്റേ റോളിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കലും പൊരിക്കലും അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ വൈകുന്നേരം കയറിയാൽ തന്നെ ചിക്കനൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അതാക്കിയപ്പോൾ തന്നെ നമ്മുടെ സവോള റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് പേസ്റ്റ് പരുവത്തിൽ വേണമെങ്കിൽ ആക്കാം. ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഓയിൽ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല പൗഡറല്ലേ, അതൊരു 1/2 ടീസ്പൂൺ. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അതൊക്കെ ഉണ്ടല്ലോ, അത് ഇടുവാണെങ്കിൽ അതൊരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത് സെപ്പറേറ്റ് ഇടുന്ന ആവശ്യമില്ല. ഞാൻ അങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, സവോള വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. പിന്നെ നമ്മൾ ചിക്കന് വേവിച്ച സമയത്ത് എന്തായാലും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അറിയാമല്ലോ അതെങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കുക്കറിൽ ഉപ്പും കുരുമുളകും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു ചിക്കൻ വേവുന്ന വരെ ലോ ഫ്ലെയിമിൽ ഒരു 5-10 അതായത് 2-3 വിസിൽ മതിയാവും. ബീഫല്ലല്ലോ, ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ചധികം വെന്താലും കുഴപ്പമില്ല, നമുക്ക് പിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിലെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ട് ഇതിനകത്ത് മറ്റേ ടൊമാറ്റോ സോസ് അല്ലേ, അതിട്ട് കൊടുക്കുക. അതൊരു 1.5 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലയുടെ ആ ഒരു റോ സ്മെല്ല് മാറുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഷ്രെഡഡ് ചിക്കൻ, ഞാൻ പറഞ്ഞ മാതിരി വേവിച്ച ചിക്കൻ, എല്ലോട് കൂടിയാണ് വേവിച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 250 ഗ്രാമാണ് ചിക്കൻ, മീഡിയം സൈസ് 2 സവോള, 250 ഗ്രാം. അപ്പോൾ മെഷർമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. പിന്നെ വേറൊരു സംഭവം, ഞാനിപ്പോൾ നേരത്തെ ഇൻട്രോയിൽ കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് തിക്നെസ് ഇല്ല, പക്ഷേ നല്ല തിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ചെറിയ സോസ് പാൻ മാതിരി ഇതില്ലാത്ത കൊണ്ടാണ് ഈ പാനിലേക്ക് ഞാൻ ഇട്ടത്. ഇതിനേക്കാളും ചെറിയ സൈസുള്ള പാൻ ആണെങ്കിൽ അതിൻ്റെ ഒബ്വിയസ്ലി സൈസ് ഇച്ചിരി തിക്കായിട്ട് വരും. അതല്ല, ഇതേ പാനിൽ ഇതേ സൈസിൽ ചെയ്യണമെങ്കിൽ തിക്നെസ് വേണമെങ്കിൽ 250 ഗ്രാമിന് ചിക്കൻ്റെ പകരം ഒരു 350 ഗ്രാം ചിക്കൻ എടുക്കുക. 3 മുട്ടയുടെ പകരം 5 മുട്ട എടുക്കുക. പക്ഷേ ഇവിടെ അത്ര
നമ്മൾ 2 പേരേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഓവറായിട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഞാൻ മറ്റേ രീതിയിലും ചെയ്തിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുമുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ മറ്റേ കേക്ക് കട്ട് ചെയ്യുന്ന പീസസ് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എന്താ ഗസ്റ്റ് വരുവാണെങ്കിലും സെർവ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു ബാറ്റർ ഓക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നമുക്ക് പൊടി മൈദപ്പൊടി 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബേക്കിംഗ് പൗഡറിൽ അത് ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മുടെ പഞ്ചസാര എടുത്ത അതേ ടേബിൾ സ്പൂണിൽ മറ്റേ മൈദപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മെഷർമെൻറ്റ് മാറിപ്പോകണ്ട. പിന്നെ ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ ആരും ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടേക്കല്ല. എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഓവറായിട്ട് വീണ് പോകട്ടോ. എന്നിട്ട് എല്ലാം കൂടി ആ ഒരു ലംസ് ഇല്ലാത്ത രീതിയിൽ ഫ്ലോയി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കിയല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. നമ്മൾ നേരത്തെ മസാല ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ തന്നെ അധികം ഓവറായിട്ടില്ലല്ലോ ക്വാണ്ടിറ്റി. അപ്പം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻ ആയതൊരു പെട്ടെന്ന് അത് ചൂടാറി കിട്ടും. ജസ്റ്റ് ചെറിയൊരു പൊടിക്ക് ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഉണ്ടാക്കി അപ്പം തന്നെ ഇട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് പ്രോപ്പർലി മിക്സ് ആവുന്നവരെ എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഈ പറഞ്ഞ മാതിരി ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. വൈകിട്ട് നമ്മൾ ഈ സ്നാക്സ് എപ്പോഴാണെന്നറിയോ ഉണ്ടാക്കുന്നത്? അതായത് നമുക്ക് കുറച്ചധികം വെറൈറ്റീസ് വേണം, പക്ഷേ ഒറ്റ സാധനം മാത്രം കുറച്ച് നല്ല കഷ്ടപ്പെടുന്ന സാധനം ഉണ്ടാക്കിയാൽ മതി. അങ്ങനത്തെ, അതായത് ഇപ്പോൾ റോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ടഫായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുന്ന ദിവസം ഇത് എളുപ്പം സൈഡിൽ ഉണ്ടാക്കാൻ പറ്റിയൊരതാ. പക്ഷേ അതേസമയം ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. ഇതും ബൈ ദ വേ ഇറച്ചിപ്പത്തിരിയും വ്യത്യാസമുണ്ട്. ഇറച്ചിപ്പത്തിരി ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇടുന്നത് അത് കുറച്ചുകൂടി പ്രൊസീജിയർ കൂടുതലാണ്. ഇത് പക്ഷേ അത് നല്ല ടേസ്റ്റാണ്. ഇറച്ചിപ്പത്തിരി അത്ര ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഈ പഴംപൊരി ബീഫൊക്കെ കഴിക്കുമ്പോൾ മധുരവും എരിവും ഭയങ്കര കോംബോ അല്ലേ, അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴത്തേക്ക് അതേ പാനിൽ തന്നെ മസാല ഉണ്ടാക്കി അതേ പാനിൽ തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. നിങ്ങളിപ്പോൾ 4 സ്റ്റവ് ഉള്ളതാണെങ്കിലും 2 സ്റ്റവ് ഉള്ളതാണെങ്കിലും ഏറ്റവും ലോ ഫ്ലെയിമുള്ള ആ സ്റ്റവിൽ വെക്കാനായിട്ട് നോക്കുക, ബേർണറിൽ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ ചെറുതായിട്ട് നമുക്ക് കൊറിയാൻഡർ ലീവ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം, ജസ്റ്റ് ഒരു ഭംഗിക്ക് കാണാൻ വേണ്ടി. നിങ്ങൾ എന്നിട്ട് ഇടയ്ക്ക് ഒരു 15 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ആക്ച്വലി മനസ്സിലാവും ഇതെങ്ങനെയാണ് വെന്തോന്ന്. ബിക്കോസ് സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് മനസ്സിലാവും. അടിയിൽ വെന്തിട്ടുണ്ട്, മേലും വെന്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കിത് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ ഒരു കളർ ഡിഫറൻസ്, അതൊന്നും ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി പിന്നെയും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് വെക്കണം കേട്ടോ. 5 മിനിറ്റ്സ് വേണ്ട, കഷ്ടിച്ച് മതി, ഒരു 3 മിനിറ്റൊക്കെ മതിയാവും. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എന്തായാലും അടി പിടിക്കാൻ അങ്ങനെ വഴിയൊന്നുമില്ല. പിന്നെ നമ്മൾ ബട്ടറും ഇട്ട് കൊടുത്തായിരുന്നല്ലോ അടിയിൽ. എന്നിട്ട് ഇതാണ് ടാസ്ക്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ എന്തുണ്ടാക്കി തിരിച്ചിടുന്ന പരിപാടി എനിക്ക് ഒട്ടും പറ്റാതെയാണ്. പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ഈ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് ഈ അടപ്പിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ അതിൻ്റെ ശ്രദ്ധിച്ചോന്നറിയില്ല, അടുപ്പിൻ്റെ സൈഡിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം, കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ട്. അപ്പം ആ ഒരു ഭാഗം ഇച്ചിരി ഒന്ന് വേവാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു 3 to 4 മിനിറ്റ്സ് 5 മിനിറ്റ്സ് മാക്സ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം റെഡിയായി കിട്ടി. എന്നിട്ട് ഇത് വീണ്ടും ഇതുമാതിരി തിരിച്ച് പ്ലേറ്റിലേക്കാക്കാം, നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്കാക്കാം. സെർവിങ് പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിലേക്കാക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, സ്ക്വയറിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പിസ്സയുടെ ആ ഒരു ഇതല്ലേ ഷേപ്പല്ലേ, അതിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ തിക്നെസ് കണ്ടോ, ഞാൻ പറഞ്ഞ മാതിരി ഒട്ടും തിക്കായിട്ടില്ല. പക്ഷേ ചെറിയ പാനിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം തിക്നെസ് ആയിട്ട് കിട്ടും. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും
ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടില്ലേ, എന്തായാലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകണേ. അപ്പം എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് മോട്ടിവേഷൻ കിട്ടും. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇത് ആർക്കെങ്കിലും ഉപകാരമായിട്ട് തോന്നും എന്ന് തോന്നുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാം. എന്നിട്ട് ഞാൻ പിസ്സ കട്ട് ചെയ്യുന്ന മാതിരി ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരി, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ റെസിപ്പിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്ലോഗോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ബൈ.